ഹായ് ഫ്രണ്ട്സ്, ഇതെന്റെ മൺസ്റ്റർ പ്ലാന്റ്. ഈ പ്ലാന്റിന്റെ പ്രത്യേകത അറിയാലോ, എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതിങ്ങനെ മേലേക്ക് പടർന്നു പോകും. അപ്പൊ ഇതിന്റെ മേലേക്ക് പടർന്നു പോവാതെ അതിന് സെക്യൂർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീടുകളിൽ കാണുന്ന PVC പൈപ്പും തേങ്ങയുടെ ചകിരി കണ്ടോ, ചകിരിയും മടലും, ഇത് രണ്ടും ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ പ്ലാന്റിനെ നമ്മൾ സേഫ് ആയിട്ട് സെക്യൂർ ചെയ്യുക എന്നൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? ഓക്കെ ഫ്രണ്ട്സ്, ഇതാ മടല് നമുക്കൊന്ന് കീറി കുറച്ച് ചകിരി എടുക്കാം. കുറച്ച് ശക്തി ഉപയോഗിച്ച് ഇങ്ങനെ വിടർത്തി വിടർത്തി എടുക്കാം. നമ്മുടെ സ്റ്റിക്ക് ഉണ്ടല്ലോ, സ്റ്റിക്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇത്രയും ഭാഗം ചട്ടിയുടെ അടിയിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗം മുതലാണ് ഞാനിങ്ങനെ വെച്ചു കൊടുക്കുക. ഇതെങ്ങനെയാണ് വെക്കുക, ഇങ്ങനെ വെച്ചിട്ട് ചാക്ക് നൂല് ഉപയോഗിച്ച് ഇങ്ങനെ കെട്ടുക, ടൈറ്റായിട്ട് കെട്ടാം. ഇങ്ങനെ ത്രൂ ഔട്ട് ഇവിടുന്ന് ഇവിടം വരെ കെട്ടാം. ഇനി ചകിരി ഇല്ലെങ്കിൽ വേറൊരു മെത്തേഡ്, നമുക്ക് ചകിരി കിട്ടാൻ കീറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കയറെടുക്കാം. ഇപ്പൊ കയറ് യൂസ് ചെയ്ത് ഇങ്ങനെ ചുറ്റി 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 ടൈ ചെയ്ത് ചെയ്യാവുന്നതാണ്. കയറ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇത് ചുറ്റി വെക്കുന്നതെന്ന് നമുക്ക് ചെയ്യാം. റൗണ്ട് ഇങ്ങനെ അറ്റം വരെ ചുറ്റും. ഇത്രയും ഞാൻ ചുറ്റിയിട്ടുണ്ട് കണ്ടോ. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ ചുറ്റും. പിന്നെ ഇതിന്റെ മേലെ ഞാൻ ചാക്കിന്റെ 2 പീസ്, പഴയ ചാക്കായാലും മതി, എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് അതിന്റെ മേലെ കൂടി ഇങ്ങനെ 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 ചുറ്റിയിട്ട് ടൈ ചെയ്യും. ഇനി കുറച്ചും കൂടി ഉണ്ട്. ഇതുപോലെയുള്ള ഫ്രൂട്ട് നെറ്റ് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങും, വെജിറ്റബിളും കിട്ടുമല്ലോ, ഇതിന്റെ മേലെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എയർ സർക്കുലേഷൻ ഉണ്ടാവുമല്ലോ പ്ലാന്റിന് കയറാൻ. അത്ര തന്നെ ഇങ്ങനെ അറ്റം വരെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ നെറ്റ് ഞാനിപ്പോ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, ഇപ്പൊ നല്ല നീറ്റായില്ലേ? ഇതാണ് നമ്മൾ ഇനി പോട്ടിലേക്ക് വെക്കുന്നത്. അതായത് ഇന്നർ പോട്ടും ഔട്ടർ പോട്ടും വെച്ചിട്ട് ഇങ്ങനെ വെച്ച് പ്ലാന്റ് കയറ്റാവുന്നതാണ്. ഇതാണ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സപ്പോർട്ടിംഗ് മെറ്റീരിയൽ, ഈ സ്റ്റിക്ക്. ഈ സപ്പോർട്ടിംഗ് സ്റ്റിക്ക് നമുക്ക് പോട്ടിലേക്ക് വെക്കാം. അപ്പൊ ഇതാണ് എന്റെ ഇന്നർ പോട്ട്, ഇതാണ് എന്റെ ഔട്ടർ പോട്ട്. ഔട്ടർ പോട്ടില് ഇൻഡോർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം ഈ ഇന്നർ പോട്ടിലേക്ക് ഫിക്സ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഫിക്സ് ചെയ്യും. ഒന്നിന് ഗ്ലൂ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് മണ്ണിട്ട് ഫിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടി 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 കൊടുക്കണം. ഞാൻ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി പോട്ടി മിക്സർ ഇട്ട് കൊടുക്കാം. ഈ പ്ലാന്റ് കണ്ടോ, ഈ പ്ലാന്റ് ഇങ്ങനെ കിടക്കുകയല്ലേ, ഇതിന് നമുക്ക് ആദ്യം ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഈ റൂട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇത് ഉപയോഗിച്ച് ഇങ്ങനെ ടൈ ചെയ്യും. ആദ്യം ടോപ്പിൽ ടൈ ചെയ്യും, എന്നിട്ട് താഴെ ടൈ ചെയ്യും. ഞാനിപ്പോ ഈ റൂട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചതെല്ലാം റെഡിയാക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതപ്പോ ഇന്നർ പോട്ടിൽ റെഡിയായി. ഞാൻ ഔട്ടർ പോട്ടിലേക്ക് അപ്പൊ ഇത് ഇന്നർ പോട്ടും ഔട്ടർ പോട്ടും ആകുമ്പോ ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് സേഫ് ആയിട്ട് ഇതിങ്ങനെ വളർന്ന് 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 വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് വന്ന് വീണ്ടും മുകളിലേക്ക് വന്ന് അങ്ങനെയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ എങ്ങനെയാണ് എന്റെ ആ സ്റ്റിക്കും ഇന്നർ പോട്ട് ഔട്ടർ പോട്ട് സെറ്റ് ചെയ്ത് വരുന്നത്. ഇതെല്ലാം ഫിക്സ് ആയി. ഇനി ഒന്ന് നനച്ചു കൊടുക്കാം. ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളുടെ എന്ത് ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എങ്ങനെയാണ് നമ്മള് ഒരു മൺസ്റ്റർ പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ.